ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീകളിൽ കണ്ടുവരുന്ന അമിത രക്തസ്രാവം ചികിത്സിക്കാതെ തന്നെ മാറുമെന്ന ധാരണ പലർക്കുമുണ്ട്. എന്നാൽ അത് തെറ്റാണ്. ഒരുപക്ഷെ ഗുരുതരമായ പല രോഗങ്ങളുടെയും ലക്ഷണമാകാം ഈ അമിത രക്തസ്രാവം. ഹലോ ഡോക്ടറിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന അമിത രക്തസ്രാവത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സീതാലക്ഷ്മി തത്സമയം ചേരുകയാണ്. പ്രേക്ഷകർക്കും നിങ്ങളുടെ സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളിൽ കണ്ടുവരുന്ന അമിത രക്തസ്രാവം ഗുരുതരമായ പല രോഗങ്ങളുടെയും ലക്ഷണമാകാം. ചികിത്സ തേടേണ്ടത് അനിവാര്യമാണ്. ഇതിനു മുൻപ് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയേണ്ടതുണ്ട്. എന്താണ് ഈ അമിത രക്തസ്രാവം? അമിത രക്തസ്രാവകം എന്താണെന്നുള്ളത് പറയുന്നതിന് മുൻപ് നോർമൽ ബ്ലഡ് ഫ്ലോ എന്താണ് എന്നുള്ളത് നമ്മൾ അറിയണം. നോർമൽ മെൻസ്ട്രൽ ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് അറിയണം. ഒരു ലേഡിക്ക് ആർത്തവം തുടങ്ങുന്ന തൊട്ട്, അതായത് മെനാർക്കി തൊട്ട് മെനപ്പോസ് വരെ ഉള്ള കാലഘട്ടത്തില് ആർത്തവം ഉണ്ടാവും. അപ്പോ ഒരു വർഷത്തിൽ 13 മെൻസ്ട്രുവൽ സൈക്കിൾ, അതായത് ആർത്തവ ചക്രം, അങ്ങനെ മെൻസ്ട്രുവൽ സൈക്കിൾ തുടങ്ങുന്നപ്പോ തൊട്ട് കഴിയുന്നവരെ, അതായത് മെനപ്പോസ് ആവുന്നവരെ കൂടുതൽ 400 മെൻസ്ട്രുവൽ സൈക്കിൾസ് ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് ഡ്യൂറിങ് ദ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്. അപ്പൊ ഒരു സൈക്കിളില് എത്ര ദിവസം, 3 to 5 days ആണ് നോർമൽ ഡേയ്സ്, നോർമൽ ഫ്ലോ ഉണ്ടാവണം. അപ്പൊ ഒരു ദിവസം അപ് ടു 5 to 60 ml ബ്ലഡ് ഒരു സൈക്കിള് ഷി വിൽ ലൂസ്. അപ്പോ 12 മില്ലിഗ്രാം അയൺ ഒരു സൈക്കിളില് അവള് ലൂസ് ചെയ്യും. അപ്പൊ നോർമൽ ആയിട്ടുള്ള സൈക്കിൾ എന്ന് പറയുന്നത് 3 to 5 days, once in 28 days ആണ്. അപ്പോ അബ്നോർമൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ കൂടെ ഉള്ള മെൻസസ് സൈക്കിൾ റെഗുലർ ആയിരിക്കും, പക്ഷെ അമിതമായി പോകുന്ന 3 to 5 ഒരു ദിവസം 2 to 3 pads she should use. If she is using more than 3 pads, that is not normal. അപ്പോ ഡേ ടൈമില് 2 പാഡ്സും നൈറ്റില് ഒരു പാഡും നനയാം, ഫുള്ളി സോക്ക് ആവാം. അപ്പൊ ഒരു സൈക്കിള് ഞാൻ പറഞ്ഞ പോലെ 5 to 60 ml ബ്ലഡ് മാത്രമേ ലൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അപ്പോ ഒരു സൈക്കിളില് ഷീ വിൽ ബി യൂസിങ് 12 നോർമൽ മെൻ. This flow can increase, the climate can affect this normal flow. Warm climate she may use more pads. In cold climate she may use less pads. So once in 28 days, 3 to 4 days, flow is about 3 to 5 pads only she can use. Up to 12 to 15 pads ആണ് ഒരു സൈക്കിളിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സൈക്കിൾ പെർ ഇയർ ഈസ് 13 menstrual cycle. From reproductive age group, that is to the whole of reproductive age group, from menarche to menopause, she will be having around about 400 menstrual cycle. ഇതാണ് നോർമൽ ആയിട്ടുള്ളത്. ഇതിന് കവിഞ്ഞുള്ളത് എല്ലാം അബ്നോർമൽ ആണ്. പ്രീവിയസ്ലി അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് എന്നുള്ള വേർഡ് അല്ല യൂസ് ചെയ്തത്. Previously we used to call it as dysfunctional uterine bleeding. So uterus is not doing any dysfunction. So we have changed the name to abnormal uterine bleeding. The main function of the uterus endana childbearing പിന്നെ menstruation ആണ് main function. അപ്പൊ അതിനൊരു abnormal function ആയിട്ട് വരാൻ പറ്റുന്നില്ല. So let us see the cause. എന്തല്ല ഇതിന്റെ കാരണങ്ങൾ എന്നുള്ളത്. It may be an obstetric cause or it may be a gynecological cause. Obstetric കോസിനെ പറ്റി ഞാൻ പിന്നെ വരാം. ഗൈനക്കോളജിക്കൽ കോസിൽ നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ, അപ്പൊ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് കോൾഡ് പാം കോയിൻ ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് PALM, പാം കോയിൻ, COEIN. അപ്പൊ ഓരോ വേർഡും ഓരോന്നിന് ഡിനോട്ട് ചെയ്യുന്നതാണ്. P എന്ന് പറയുമ്പോൾ യൂട്രസിന്റെ ഉള്ളിലുള്ള പോളിപ്പ്, എ എന്ന് പറയുന്നത് അഡിനോമയോസിസ്,
എൽ എന്ന് പറയുന്നത് ലിയോമയോമ. അതായത് നിങ്ങൾക്കിപ്പോ നോർമലായിട്ട് പറയാച്ചാല് ലിയോമയോമ എന്ന് പറയുന്നത് ഫൈബ്രോയിഡ് ഉള്ള ചെറിയ മുഴകള്. പിന്നെ എം എന്ന് പറയുന്നത് മെലിഗ്നൻസി, അതായത് ക്യാൻസർ. ക്യാൻസർ ക്യാൻ ബി എൻഡോമെട്രിയത്തിൽ ഉണ്ടാവാം, അതായത് യൂട്രസിന്റെ ഉൾപാളിയിൽ ഉണ്ടാവാം, അല്ലത് യൂട്രസിന്റെ മൗത്ത്, അതായത് ഗർഭപാത്രത്തിന്റെ കവാടകം, ദാറ്റ് ഈസ് സർവിക്സ്, അതാണ് ക്യാൻസർ. ക്യാൻസർ മാലിഗ്നൻസി. ദെൻ ഉള്ളത് ഫോം കഴിഞ്ഞു കോയിൻ എന്നുള്ളത്. സി ഡിനോട്ട്സ് ഫോർ കോയോഗുലോപ്പതി. കോയോഗുലോപ്പതി എന്ന് പറഞ്ഞാല് രക്തം കട്ട പിടിക്കാനുള്ള കുറച്ച് അംശങ്ങൾ നമ്മളെ രക്തത്തിലുണ്ട്. അതിന്റെ കുറവ് കൊണ്ട് രക്തം കൂടുതൽ കട്ട പിടിക്കാതെ കോയാഗുലേഷൻ പ്രിവെന്റ് ചെയ്യുന്ന ചില ഘടകങ്ങൾ ഇല്ലാതിരിക്കുക. അതാണ് കോയാഗുലേഷൻ. ഫോർ എക്സാമ്പിൾ ഫാക്ടർ 8 എന്ന് പറയുന്നത് വോൺ വില്ലിബ്രാൻഡ് ഡിസീസ്, അത് ദാറ്റ് ഈസ് കോയാഗുലോപ്പതി എന്ന് പറയും. ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ കോസ് ഓഫ് അബ്നോർമൽ ബ്ലീഡിങ്. പിന്നെ ഉള്ളത് CO പറയുമ്പോൾ ഓവുലേറ്ററി ക്ലാസ്. ഓവുലേറ്ററി ക്ലാസ് എന്ന് പറയുന്നത് അബ്നോർമൽ ഓവുലേഷൻ. അതിനെപ്പറ്റി കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ. പിന്നെ E ഈസ് എൻഡോമെട്രിയൽ കോസസ്. I എന്ന് പറയുന്നത് അയട്രോജനിക്. അയട്രോജനിക് നമ്മളായിട്ട് ഉണ്ടാക്കുന്നത്. അയട്രോജനിക് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോപ്പർ ടീ ഇടുക, അല്ലെങ്കിൽ നമ്മൾ DNC ചെയ്യുമ്പോൾ വല്ല ഇൻഫെക്ഷൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ DNC ചെയ്യുമ്പോഴോ മറ്റേ ഇഞ്ചുറി കൊണ്ടുവരാം. കോപ്പർ ടീ ഇട്ട് ചിലർക്ക് കോപ്പർ ടീ ഇട്ട് കഴിഞ്ഞാൽ അമിത രക്തസ്രാവങ്ങൾ ഉണ്ടാവും. അപ്പൊ ദാറ്റ് ഈസ് അയട്രോജനിക്, നമ്മളായിട്ട് ഉണ്ടാക്കുന്നത്. ദെൻ N കോയിൻ. കോയിനില് അടുത്തത് N ആണ്, നോട്ട് എറ്റ് ക്ലാസിഫൈഡ്. ഇതുവരെ ക്ലാസിഫൈ ചെയ്യാത്ത കാരണം. ഇതെല്ലാം ഗൈനക്കോളജിക്കൽ കോസസ് ഓഫ് ബ്ലീഡിംഗ് ആണ്. പിന്നെ ഉള്ളതാണ് ഓബ്സ്റ്ററ്റിക് കോസ്. ഓബ്സ്റ്ററ്റിക് കോസ് എന്ന് പറയുന്നത് ലൈക്ക് ഗർഭം, പ്രസവം സംബന്ധമായ ഉള്ള ബ്ലീഡിംഗ്. സോ ഇറ്റ് ക്യാൻ ബി ഇൻകംപ്ലീറ്റ് അബോർഷൻ, മിസ്ഡ് അബോർഷൻ, ത്രെട്ടൻഡ് അബോർഷൻ ആൻഡ് എക്ടോപിക് പ്രഗ്നൻസി. എക്ടോപിക് പ്രഗ്നൻസി ആണ്. അപ്പൊ ഇനി നമുക്ക് മെൻസ്ട്രുവേഷൻ തുടങ്ങുമ്പോൾ ഓവുലേഷൻ റെഗുലർ ആണെങ്കിൽ റെഗുലർ മെൻസ്ട്രുവേഷൻ ഉണ്ടാവും. വൺസ് ഇൻ എ മന്ത്, ദാറ്റ് ഈസ് വൺസ് ഇൻ 28 days ഒരു വ്യക്തിക്ക് റെഗുലർ മെൻസസ് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഷീ ഈസ് ഓവുലേറ്റിംഗ് റെഗുലർലി. സോ ഓവുലേറ്ററി കോസ് ആണ് കൂടുതലായിട്ട് ഈ അമിത രക്തസ്രാവം കോസ് ചെയ്യുന്നത്. ഈ ഓവുലേറ്ററി കോസ് ലൈക്ക് യങ്സ്റ്റേഴ്സിൽ എങ്ങനെയാണ്, മിഡിൽ ഏജിൽ എങ്ങനെയാണ്, ഓൾഡ് ഏജിൽ എങ്ങനെയാണ്. അപ്പൊ ഈ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലർ ആവാൻ there is another cycle, that is which the function of pituitary, hypothalamus, pituitary, ovary and the uterus, ഇതെല്ലാം ഇന്റർകണക്റ്റഡ് ആണ്. അതേമാതിരി ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പോതൈറോയിഡിസം ഉള്ള സമയത്ത് PCOD ഉണ്ടാവും. സോ PCOD എന്ന് പറയുന്നത് that becomes ovulatory cause. Ovulatory cause in a young patient or ovulatory cause in a perimenopausal age. Regular ovulation ഉണ്ടാവില്ല യങ് പേഷ്യന്റ്, യങ് ഗേൾസിൽ. അതേമാതിരി റെഗുലർ ഓവുലേഷൻ നിയർ മെനോപോസ് അതും കുറവാണ്. അതുകൊണ്ടും ഇറഗുലർ മെൻസ്ട്രുവേഷനും അമിത രക്തസ്രാവകവും അതുകൊണ്ട് അനീമിയയും വരാം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കുറച്ച് അനാറ്റമി കുറച്ച് നമുക്കറിയണം. ഇപ്പൊ യൂട്രസ് എന്ന് പറയുന്ന ഒരു അവയവം, ഇറ്റ് ഇസ് എ ഹോളോ ഓർഗൻ. എന്ത് ഹോളോ ഓർഗൻ ആണെങ്കിലും അതിനൊരു 3 layers ഉണ്ടാവും. അതിന്റെ ഇന്നർമോസ്റ്റ് ലെയർ, അതായത് ഉൾപാളി, അതിന്റെ മധ്യഭാഗത്തിലുള്ള പാളി, അതിന്റെ പുറമേയുള്ള പാളി. കാണുന്നുണ്ടോ നിങ്ങള്? യൂട്രസ് എന്ന് പറയുന്നത് ഇതിന്റെ ഔട്ടർമോസ്റ്റ് പാളിയാണ് ഇത്. ദെൻ ഇന്നർമോസ്റ്റ്, മിഡിൽ പാളി, ഇന്നർമോസ്റ്റ് പാളി. ഇന്നർമോസ്റ്റ് പാളി എന്ന് പറയുന്നത് ആണ് എൻഡോമെട്രിയം. ഈ എൻഡോമെട്രിയത്തിലാണ് ചേഞ്ചസ് വരിക. അപ്പോ ഈ മെൻസസ് എന്ന് പറയുന്നത് ഒരു പുറന്തള്ളൽ പ്രക്രിയയാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്. യൂട്രസ് പറയുന്ന ഒരു ഹോളോ ഓർഗൻ എന്ത് അതിന്റെ ഉള്ളിലുണ്ടെങ്കിലും അതൊന്ന് പുറത്തു തള്ളാൻ നോക്കും. ദാറ്റ്സ് വാട്ട് വി ഈവൻ ദ ബേബി ഇറ്റ് വിൽ റിയലൈസ് അറ്റ് ദ ടേം, ഇറ്റ് വിൽ ട്രൈ ടു എക്സ്പെൽ ദ ബേബി. സോ എന്തൊരു സാധനം, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് വൺ ഓഫ് ദ റീസൺ പോളിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പോളിപ്പാണ് ഇത് ഇതിന്റെ ഉള്ളിലുള്ളത്. അപ്പോ അതേമാതിരി മെൻസ്ട്രൽ ടൈമില്
മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത് ആ എൻഡോമെട്രിയം നല്ലോണം അതിനെ പുറത്തു തള്ളും. അതായത് എൻഡോമെട്രിയൽ ചേഞ്ചസ് വരും. ഓരോ പ്രാവശ്യം മെൻസ്ട്രൽ സൈക്കിളിലും ആ എൻഡോമെട്രിയം കുറച്ച് ഷെഡ് ചെയ്യും. അതിന്റെ കൂടെ കുറച്ച് ബ്ലീഡിങ്ങും എല്ലാം ഉണ്ടാവും. സോ ഈ നമ്മുടെ നോർമൽ സൈക്കിൾ മനസ്സിലാക്കുക വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സൈക്കിൾ ആൻഡ് നെക്സ്റ്റ് ഹാഫ് ഓഫ് ദ സൈക്കിൾ 14 days plus 14 days. മിഡിലാണ് ബൈ 14th day ആണ് ഓവുലേഷൻ ഉണ്ടാവുക. ആ ഓവുലേഷൻ കഴിഞ്ഞാല് ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ ഹോർമോണും ഓവുലേഷൻ വന്നു കഴിഞ്ഞാല് പിന്നെ വരുന്ന ഹോർമോൺ പ്രൊജസ്ട്രോണുമാണ്. അപ്പൊ ഈ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഹോർമോണിലുള്ള ഇംബാലൻസ് റെഗുലർ ഓവുലേഷനിൽ റെഗുലർ ബാലൻസ് ഉണ്ടാവും. യൂട്രസ് വാട്ട് സേ estrogen and progesterone secretions ഉണ്ടാവും. ബട്ട് ഇൻ PCOD that is also ovulatory cause ആണ്. PCOD നെ പറ്റി ഞാൻ വ്യക്തമായിട്ട് പിന്നെ പറയാം, ഇതിന്റെ കൂടെ വേണ്ട. അപ്പൊ ദാറ്റ്സ് വാട്ട് യൂട്രസിന്റെ ഉള്ളിൽ എന്തുണ്ടെങ്കിലും അത് പുറത്തു തള്ളാൻ നോക്കും. അപ്പൊ അതുകൊണ്ട് ഈ പോളിപ്പ് ഉള്ളപ്പോ കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവും. പിന്നെ നമ്മൾ അറിയേണ്ടത് സോ ഈ കോസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്. അപ്പോ ഓവുലേറ്ററി കാസ് ആണ് കൂടുതലായിട്ട്. ഈവൻ ഇൻ മൈ പ്രാക്ടീസ് ഐ സി ദ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് ഈസ് മോർ ഓഫ് ഓവുലേറ്ററി കോസ്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഓക്കെ. ഇത് ശ്രീകണ്ഠപുരം, ഹലോ, കണ്ണൂർ ശ്രീകണ്ഠപുരത്തുനിന്ന്. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഞാൻ കണ്ണൂര് ശ്രീകണ്ഠപുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. ചോദിച്ചോളൂ ഡോക്ടറോട്. അപ്പോ എനിക്ക് 52 വയസ്സായി. ഓക്കെ. ഇപ്പോഴും പിന്നെ 2 മാസം മുന്നേ എല്ലാ മാസവും കൃത്യമായിട്ട് പീരീഡ്സ് ആകുന്നുണ്ട്. അപ്പോ ഇപ്പൊ 2 മാസത്തിന് ശേഷം ഈ ഒരു 4 ദിവസം മുന്നേ ആയിട്ട്, 4 അല്ല ഇന്ന് 7 ദിവസമായി, ഇതുവരെ ആയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണം മെനപ്പോസ്, അതായത് ആർത്തവ വിരാമം വരേണ്ട വയസ്സായി. ആ സമയത്ത് കുറച്ച് ഇറഗുലർ ബ്ലീഡിംഗ് ഉണ്ടാവും. അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്തുകൊണ്ടാണ് എന്നുള്ളത്. അതിന് ബെസ്റ്റ് ആയിട്ടുള്ളത് ഒരു അൾട്രാസൗണ്ട് ചെയ്യണം, പിന്നെ ഒരു പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യാം. പിന്നെ അത് അനുസരിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പാനിക് ആവേണ്ട ഒരു കണ്ടീഷൻ അല്ല, വിഷമിക്കേണ്ട ഒരു കണ്ടീഷൻ അല്ല. ആർത്തവ വിരാമം വരുമ്പോ ഓവുലേഷൻ ശരിക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ചൊരു ഇറഗുലർ ബ്ലീഡിംഗ് ഉണ്ടാവും. പക്ഷെ അതിന്റെ കോസ് എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. അതിന് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് അൾട്രാസൗണ്ട് വിൽ ഹെൽപ്പ് ഔട്ട്, പിന്നെ വേണ്ടിയത് ഒരു പാപ്സ്മിയറും കൂടി ചെയ്യാം. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഡോക്ടർ, ഇപ്പൊ വിളിച്ച കോളർ പറഞ്ഞതുപോലെ ആർത്തവ വിരാമ സമയത്ത് ഇങ്ങനെ അമിത രക്തസ്രാവം ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഒരു ചികിത്സ എങ്ങനെയായിരിക്കും? അതാണ് ഞാൻ പറഞ്ഞത്. ആർത്തവ വിരാമം വരുമ്പോൾ ഓവുലേറ്ററി പ്രോബ്ലം വരും. എപ്പം റെഗുലർ ഓവുലേഷൻ ഉണ്ടോ റെഗുലർ മെൻസ്ട്രുവേഷൻ ഉണ്ടാവും. ആർത്തവ വിരാമം വരുമ്പോൾ ഓവുലേഷൻ മെല്ലെ 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 നമ്മളെ ഓവറി ഈസ് ഏജിങ്, ഇറ്റ് വിൽ സ്റ്റോപ്പ് പ്രൊഡ്യൂസിങ് ഓവം. അങ്ങനെ ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ സ്റ്റോപ്പ് ആവുമ്പോൾ ഹോർമോണൽ ചേഞ്ചസും വരും. അപ്പൊ ഈസ്ട്രോജൻ പ്രൈംഡ് ആയിരിക്കും. ചിലപ്പോൾ ഈസ്ട്രോജൻ ലെവൽ കൂടി വന്ന് ഒരിക്കൽ ഈസ്ട്രോജന്റെ ലെവൽ സ്റ്റോപ്പ് ആവുമ്പോൾ ഷീ വിൽ ഹാവ് എ വിത്ഡ്രോയൽ ബ്ലീഡിങ്. അപ്പൊ അത് ഹെവി മെൻസസ് ബ്ലീഡിംഗ് ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് AUBO, ദാറ്റ് ഈസ് ഓവുലേറ്ററി കാസ്. പിന്നെയുള്ളത് യൂട്രസിലുള്ള മുഴകൾ കൊണ്ടും വരാം. ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് യൂട്രസിന്റെ അതൊരു ബിനൈൻ, അതായത് ക്യാൻസർ അല്ലാത്ത ഒരു മുഴയാണ്. ഒരു കൂടുതലും ലേഡീസിന് കാണുന്ന ഒരു ബിനൈൻ ട്യൂമർ ആണ് അത് മിക്കവാറും പെട്ടെന്നൊന്നും ക്യാൻസറായി മാറില്ല. പക്ഷെ അതിൽ ക്യാൻസറായി മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. ഫൈബ്രോയിഡ് ക്യാൻസറായി മാറാനുള്ള സാധ്യതകളും ഉണ്ട്. പക്ഷെ സാധ്യതകൾ നോക്കുമ്പോൾ പെട്ടെന്ന് മാറാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇപ്പൊ ഫൈബ്രോയിഡ് ഇറ്റ്സെൽഫ്, ഞാൻ പറഞ്ഞില്ലേ, യൂട്രസിന്റെ ഉള്ളിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും അതിനത് പുറന്തള്ളാൻ നോക്കും. അങ്ങനെ ഫൈബ്രോയിഡ്സ് കൂടുതൽ ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി യൂട്രസിന്റെ ഇന്നർമോസ്റ്റ് ലെയർ, അതായത് ഉൾപാളി, എൻഡോമെട്രിയനത്തിനെ ഉന്തിക്കൊണ്ട് നിൽക്കുന്ന ഫൈബ്രോയിഡ് ആണെങ്കിൽ അതൊരു പട്ടാണി വലിപ്പത്തിൽ ഉണ്ടെങ്കിലും അത് നമ്മൾക്ക് പ്രോബ്ലം ഉണ്ടാക്കും.
അതേസമയം യൂട്രസിന് പുറമേ ഉള്ള ഫൈബ്രോയിഡ്, അതായത് യൂട്രസിന്റെ പുറംപാളി ഞാൻ കാണിച്ച പോലെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? പുറംപാളിയിലുള്ള ഫൈബ്രോയിഡ്, ഇങ്ങനെ നിൽക്കുന്ന ഫൈബ്രോയിഡ് ആണെങ്കിൽ അത് കൂടുതലായിട്ട് പ്രോബ്ലം ഉണ്ടാക്കില്ല. പക്ഷെ എൻഡോമെട്രിയം, അതായത് എൻഡോമെട്രിയം എന്ന് പറയുന്നത് ഉൾപ്പാളി, ഇന്നർമോസ്റ്റ് ലെയർ, അതിനെ ഉന്തിക്കൊണ്ട് നിൽക്കുന്ന ഫൈബ്രോയിഡ് ആണെങ്കിൽ അത് ആ ക്യാവിറ്റിന്റെ ഉള്ള സാധനത്തിനെ ഈ യൂട്രസ് ഇങ്ങനെ ജസ്റ്റ് കൺട്രാക്ട് ചെയ്ത് പുറത്തള്ളാൻ നോക്കും. പുറത്തള്ളാൻ നോക്കുമ്പോൾ പേഷ്യന്റിന് നല്ല പെയിനും ഉണ്ടാവും, ഇറഗുലർ ബ്ലീഡിങ്ങും ഉണ്ടാവും. അപ്പൊ അൾട്രാസൗണ്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അത് എന്തുകൊണ്ടുള്ള ബ്ലീഡിംഗ് ആണ്. പെരിമെനോപോസൽ ഇറഗുലർ ഓവുലേഷൻ കൊണ്ടുള്ള ബ്ലീഡിംഗ് ആണ് എന്നുണ്ടെങ്കിൽ, ആൻഡ് അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇന്നർമോസ്റ്റ് ലെയറിന്റെ തിക്നെസ് നമ്മൾ മനസ്സിലാക്കണം. അപ് ടു 4 millimeter ഇസ് ദ നോർമൽ തിക്നെസ്. യു ക്യാൻ ഗോ അപ് ടു 4 to 6 വരെ. പക്ഷെ 6-ന് മേലെയുള്ള തിക്നെസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഇൻഡോമെട്രിയത്തിന്റെ ഒരു സാമ്പിൾ എടുക്കണം. അത് പെരിമെനോപോസൽ ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ പിപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അനസ്തീഷ്യ to do a regular DNC for the perimenopausal age groups. അതിന്റെ അഡ്വാൻറ്റേജ് രണ്ടാണ്. എന്താ വെച്ചാല്, one, we will take all the endometrium so that the next endometrium which is forming will be a normal endometrium. One thing that is treatmental. അത് AUB, abnormal uterine bleeding, ഒരു ട്രീറ്റ്മെന്റും കൂടിയാണ്. one. Second thing, ലൈക്ക് നമുക്ക് അതിന്റെ സാമ്പിൾ എടുത്തിട്ട് ക്യാൻസർ സ്റ്റേജസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. പിന്നെ അറ്റ് ദ സെയിം ടൈം അതേ സിറ്റിംഗിൽ തന്നെ നമുക്ക് സെർവൈക്കൽ ബയോപ്സി എടുക്കാം. സെർവൈക്കൽ അൺഹെൽത്തി സർവീക്സ് ആണോ അല്ലെ ഹെൽത്തി സർവീക്സ് ആണോ എന്ന് നോക്കാം. പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യാം, ബയോപ്സി. ഇഫ് ഇറ്റ് ഈസ് അൺഹെൽത്തി സർവീസ് വി ക്യാൻ ടേക്ക് എ ബയോപ്സി. അല്ലാണ്ട് റൊട്ടീൻ ആയിട്ട് നമ്മൾ സർവൈക്കൽ ബയോപ്സി എടുക്കേണ്ട ആവശ്യമില്ല. സർവിക്സിനെ നമ്മൾ വ്യൂ ചെയ്യണം. നമ്മൾ കാൾപ്പോസ്കോപ്പി വെച്ച് കാൾപ്പോസ്കോപ്പിന്റെ സൗകര്യം ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. വി ക്യാൻ ടേക്ക് കാൾപ്പോസ്കോപ്പിക് ഡയറക്റ്റഡ് ബയോപ്സി കൂടെ എടുക്കാൻ പറ്റും. ഓക്കെ. സോ ട്രീറ്റ്മെന്റൽ ഞാൻ വരാം. ട്രീറ്റ്മെന്റൽ ലൈക്ക് വി വിൽ ഏജ് വൈസ് ആണ് അത് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അബ്നോർമൽ ബ്ലീഡിങ് ഏജ് വൈസ് ആണ് ചെയ്യേണ്ടത്. അതിന് ഞാൻ വരാം. ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ചികിത്സയെ കുറിച്ചായിരുന്നു. എന്താണ് അമിത രക്തസ്രാവവുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതികൾ? അമിത രക്തസ്രാവകം ഒരു ലേഡിയുടെ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എന്നെ ലൈഫ് ടൈം 100-ൽ 99 ശതമാനം ആൾക്കാരും അത് ഫേസ് ചെയ്യുന്നതാണ്. അപ്പോ അമിത രക്തസ്രാവകം എപ്പോഴാണ് ഉണ്ടാവുന്നത്? കൗമാരപ്രായത്തിലാണോ, അല്ലെ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലാണോ, അല്ലത് ആർദവ വിരാമം വരുന്ന ഏജ് ഗ്രൂപ്പിലാണോ? അപ്പൊ കൗമാരപ്രായത്തിലാണെങ്കിൽ അതിന്റെ കോസ് എന്താണ്? ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് കോയാഗുലോപ്പതി ഉണ്ടോ, അല്ലെങ്കിൽ ഓവുലേറ്ററി പ്രോബ്ലം ഉണ്ടോ എന്നുള്ള നമ്മളത് മനസ്സിലാക്കണം. PCOD ഉണ്ടോ എന്നുള്ളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് അനുസരിച്ചിട്ട് ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ് ദ കോസ് എന്നാണല്ലോ. കോമൺ ആയിട്ട് ഈവൻ ഇൻ മൈ പ്രാക്ടീസ് ഐ ഫേസ് ഇൻ യങ് ഓർ ദാറ്റ് ഈസ് കൗമാരപ്രായത്തില് കൂടുതലായിട്ടും PCOD ഉള്ള കുട്ടികളെയാണ് കാണുന്നത്. അവർക്ക് ഓവുലേഷൻ ഈസ് ലെസ്. ഓവുലേറ്ററി പീരിയഡ്സ് അല്ല ഉണ്ടാവുക, അനോവുലേറ്ററി പീരിയഡ് ആണ്. അങ്ങനെയുള്ളവരുടെ PCOD ട്രീറ്റ്മെന്റ് ചെയ്യണം. അനോവുലേഷന്റെ കോസ് കണ്ടുപിടിച്ച് അനോവുലേഷൻ ട്രീറ്റ് ചെയ്യും, റെഗുലർ ഓവുലേഷൻ ആക്കി കൊടുക്കണം. ഇപ്പൊ PCOD ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞാല് ലൈക്ക് എക്സസൈസ്, ഡയറ്റ് ആൻഡ് ദെൻ ഡ്രഗ്സ് പിന്നെയേ വരുന്നുള്ളൂ. എക്സസൈസ് ചെയ്യാൻ റെഗുലർ എക്സസൈസ്, അറ്റ്ലീസ്റ്റ് ഒരു half an hour exercise, like skipping will be the best exercise during പിന്നെ കൗമാരപ്രായത്തിൽ അതായിരിക്കും ബെസ്റ്റ് എക്സസൈസ്. ദെൻ ദേഹത്തിൽ നല്ലോണം സ്വെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ്. പലരും പറയാറുണ്ട് ഇല്ല ഞാൻ മിറ്റടിക്കാറുണ്ട്, അതൊന്നുമല്ല. ശരിക്കും യു ഷുഡ് എയിം ടു ഡു ഷാർപ്പ് എക്സസൈസ് ഫോർ അറ്റ്ലീസ്റ്റ് half an hour. സ്കിപ്പിംഗ് ചെയ്യാം. ദെൻ ഫുഡിൽ അവർ കൂടുതലായിട്ടും വെന്തയം നല്ലതാണ്. ദാറ്റ് ഈസ് ഫെനുഗ്രീക്ക്. ആഹാരത്തിൽ അത് നല്ല കൂട്ടാൻ പറയാ. കൈപ്പൊക്ക നല്ലതാണ്. അതേമാതിരി ഭൂമിന്റെ വളരുന്ന വെജിറ്റബിൾ ലൈക്ക് ക്യാരറ്റ്, ബീട്രൂട്ട് അതെല്ലാം ആഹാരത്തിൽ ഉൾക്കൊള്ളാൻ പറയണം. അമ്മമാർ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ ഉള്ള യങ്സ്റ്റേഴ്സ് എല്ലാം ചങ്ക് ഫുഡാണ് കഴിക്കണം. അപ്പൊ വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് അത് ഇഷ്ടമല്ല. സോ യു ഷുഡ് ഇൻസിസ്റ്റ്. And they should reduce the weight also. Weight reduction, exercise and drugs.
അതാണ് PCOD മെയിൻ ആയിട്ട് വേണ്ടിയത്. പിന്നെ അവരോട് നമ്മൾ പറഞ്ഞ് നല്ലോണം മനസ്സിലാക്കി കൊടുക്കണം. PCOD, if you are not treating now, she won't become pregnant in her reproductive age group. മാരേജ് ഒക്കെ കഴിഞ്ഞാൽ പ്രഗ്നൻസി ആവില്ല, റെഗുലർ ആയിട്ട് മെൻസസ് ആക്കി ഇറ്റ് ഈസ് ട്രീറ്റബിൾ ആണ്. PCOD കൂടുതൽ ഒരു ദിവസം ഒരു 10 PCOD പേഷ്യന്റിനെയൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പൊ അത്രയ്ക്കും കൂടുതലാണ് PCOD പേഷ്യന്റ്. സോ ഇത് കൗമാരപ്രായത്തിലുള്ള കോമൺ ആയിട്ടുള്ള കോസ് ഫോർ ബ്ലീഡിങ് ഈസ് PCOD. പിന്നെ വരുന്നത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്. സോ നോ DNC ഫോർ യങ്സ്റ്റേഴ്സ്. ഇത് ഞാൻ പഠിക്കുമ്പോൾ പറഞ്ഞത് അത് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇങ്ങനെയാണ്. നോ DNC ഫോർ യങ്സ്റ്റേഴ്സ്. Reproductive age group, you can do a DNC or you need not do a DNC depending upon the cost. But towards menopausal age group, DNC is a must because it is treatmental as well as it is diagnostic. ഇപ്പം കുറെ മുമ്പൊക്കെ അൾട്രാസൗണ്ട് ഒന്നും ഇല്ല. ഇപ്പൊ അൾട്രാസൗണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് എൻഡോമെട്രിയൽ തിക്നെസ് ഒക്കെ എത്രയാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ 4 millimeter ജാസ്തി ആണെങ്കിലും എല്ലാ 4 millimeter ജാസ്തിയായുള്ളേക്കും യു നീഡ് നോട്ട് ഡു എ DNC. എന്താണെങ്കിലും ഇറ്റ് ഈസ് ഇൻവേസീവ് പ്രൊസീജിയർ ആണ്. അതിനെ നമ്മൾ എത്രയ്ക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുമോ അത്രയ്ക്ക് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യണം. ഹോർമോണൽ ട്രീറ്റ്മെന്റ്, ഡ്രഗ്സ് കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ അത് വേണം ചെയ്യാൻ. സോ വി ഹാവ് ഫിനിഷ്ഡ് കൗമാരപ്രായത്തിലുള്ള ബ്ലീഡിങ് ആൻഡ് മിഡിൽ ഏജ് ഗ്രൂപ്പ്. മിഡിൽ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ മെയിൻ റീസൺ ഈസ് പ്രഗ്നൻസി റിലേറ്റഡ് ആണ്. റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ ഏതൊരു ലേഡി ഇറഗുലർ ബ്ലീഡിംഗ് ആയിട്ട് വന്നാലും ഫസ്റ്റ് തിങ് ടു റൂൾ ഔട്ട് ഈസ് പ്രഗ്നൻസി. പ്രഗ്നന്റ് അല്ല എന്നുള്ളത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. അത് ചിലപ്പോൾ അത് ഇൻകംപ്ലീറ്റ് അബോർഷൻ ആയിരിക്കാം, ഓർ ഇറ്റ് മേ ബി എൻ എക്ടോപിക് പ്രഗ്നൻസി. സോ ദാറ്റ് വി ഹാവ് ടു റൂൾ ഔട്ട്. ഇൻകംപ്ലീറ്റ് അബോർഷൻ ആണെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ അത് തട്ടൻഡ് അബോർഷൻ ആണെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് കൊടുക്കാം. സോ പ്രഗ്നൻസി റിലേറ്റഡ് കോസസ് എന്താണ് എന്നുള്ളത്. ഇനി മിഡിൽ ഏജ് ഗ്രൂപ്പ് ലൈക്ക് 45 above 35 മേലെയാണെങ്കിൽ we have to rule out any intrauterine pathology like or uterusൽ വല്ല മുഴകൾ. മെയിൻ ആയിട്ട് നമ്മളിപ്പോ കോമൺ ആയിട്ട് കാണുന്നത് എന്താണ്? ഫൈബ്രോയിഡ് ആണ്. സോ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാം. ഫൈബ്രോയിഡിന് പറഞ്ഞ എല്ലാ ഫൈബ്രോയിഡ് ഇപ്പോ മോസ്റ്റ് ഓഫ് ദ ലേഡീസ്, ഈവൻ ഐ ഫൈൻഡ് 35 yearsന് മേലെയുള്ള ലേഡീസ് പോലും ഫൈബ്രോയിഡ് ഉണ്ട്. ഫൈബ്രോയിഡ് കണ്ടപാട് നമ്മളൊരു ഹിസ്റ്ററക്ടമിക്ക് we should never suggest a hysterectomy for a fibroid. That also youngster ആണെങ്കിൽ you can do a myomectomy. അത് മുഴ മാത്രം എടുക്കാം. myomectomy കൂടെ if it is creating any irregular bleeding or heavy menstrual bleeding അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ആ ഫൈബ്രോയിഡിനെ ട്രീറ്റ് ചെയ്താൽ മതി. നമ്മൾ പഠിക്കുമ്പോൾ വലിയ ഫൈബ്രോയിഡ് പോലും നമ്മൾ എടുക്കാറില്ല. ബട്ട് present teaching is if the fibroid is more than 5 centimeter, better to remove, provided that better to do a myomectomy or do a hysterectomy, provided that she has completed her family അതായത് കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. സോ ട്രീറ്റ് ദ കോസ് ആണ്. ദെൻ ഔട്ട്സൈഡ് ദാറ്റ് ഈസ് ഫൈബ്രോയിഡ്, ഞാൻ പറഞ്ഞ പോലെ ഫൈബ്രോയിഡില് ചെറിയ ഫൈബ്രോയിഡ് ആണെങ്കിലും അത് എൻഡോമെട്രിയത്തിന്റെ ഉൾപാളിനെ ഉന്തിക്കൊണ്ട് നിൽക്കുന്ന ഫൈബ്രോയിഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് അബ്നോർമൽ ബ്ലീഡിംഗ്. ഈവൻ ഇൻട്രാമ്യൂറൽ, അതായത് നടുക്കുള്ള മിഡിൽ പാളിയിലുള്ള ഫൈബ്രോയിഡ് ആണെങ്കിലും that also will create irregular bleeding. ബട്ട് ഔട്ട്സൈഡിലുള്ള ഫൈബ്രോയിഡ്, അതായത് കാണുന്നുണ്ടോ എന്നറിയില്ല, ഔട്ട്സൈഡ് ഉള്ള ഫൈബ്രോയിഡ് ആണെങ്കിൽ അത് എൻഡോമെട്രിയത്തിനൊന്നും അഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഉൾപാളിനെ ഒന്നും അഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ അതിൽ അങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവില്ല. ചില പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് റൊട്ടീൻ ചെക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ യൂട്രസ് ഉണ്ടാവും, ഒരു 20 week സൈസ് ഉണ്ടാവും. പക്ഷെ ഷീ വോണ്ട് ബി ടെല്ലിങ്, ഷീ വിൽ നോട്ട് ബി ഹാവിങ് എനി ഇറഗുലർ ബ്ലീഡിങ്, ഒന്നും ഉണ്ടാവില്ല. ബട്ട് വി യൂസ് ടു ഡയഗ്നോസ് ലാർജ് ഫൈബ്രോയിഡ്. പക്ഷെ അത്ര അതിന്റെ ലാർജ് ഫൈബ്രോയിഡ് വെദർ ഷീ ഈസ് നോട്ട് കംപ്ലീറ്റഡ് ഹർ ഫാമിലി, വി കൻ ഡു എ മയോമെക്ടമി. അതായത് മയോമെക്ടമി എന്ന് പറയുന്നത് അത് ഫൈബ്രോയിഡ് മാത്രം എടുക്കുക. ഹിസ്റ്റെക്ടമി എന്ന് പറയുന്നത് യൂട്രസ് അടക്കം എടുക്കുക. അപ്പോൾ അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോബ്ലം creating fibroid ആണെങ്കിൽ you can remove it. And then this is in the middle age group. Any perimenopausal age group. Perimenopausal age group എന്ന് പറയുമ്പോൾ like towards menopause. Indian menopause is 43 years to 53 years വരെയാണ്. അപ്പൊ that depends upon the family trait also. Like അവരെ അമ്മക്ക് കൂടുതൽ കാലം menstruation ഉണ്ടെങ്കിൽ she is also going to be having her menses up to above 50 years. So
50 years irregular bleeding, that's what I told. Like we have to do an ultrasound and we have to do a pap smear testing also. Older age group, menopausal, perimenopausal age group bleeding DNC is a must. That is the teaching. See, when we were taught in our time, no DNC for youngsters, DNC, SOS for middle age group, and DNC is a must for perimenopausal and postmenopausal bleeding. Okay, whenever do a DNC, we will take the biopsy of the endometrium. Endometrial cancer changes undo. Ade DNC cheyumbo thanne nammal ellam nokkum. We will see the cervix, nature of the cervix, whether the cervix is unhealthy or we will take a pap smear. If there is an unhealthy cervix, we will take a biopsy of the cervix. Colposcopy if available, fine. Colposcopic directed biopsy and the endometrial biopsy. And just pipellae matra. Pipellae just we will take endometrial biopsy alone, but we won't remove the whole endometrium. What the expectation is, when we remove the whole diseased endometrium, during the next cycle, we will expect a normal endometrium to form. DNC and then we should inform the patient. It is an office procedure. She can just go in the evening itself. Always, whenever we do a procedure, we should try to gain the confidence of the patient. എന്തായാലും നമ്മളൊരു പ്രൊസീജിയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പേഷ്യന്റ് നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിന്റെ ഇമ്പോർട്ടൻസും മനസ്സിലാക്കി കൊടുക്കണം. നെവർ എ DNC ഫോർ യങ്സ്റ്റേഴ്സ്, DNC SOS ഫോർ മിഡിൽ ഏജ്ഡ് ലേഡീസ് and perimenopausal and postmenopausal DNC is a must. DNC is a must ഞാനിപ്പോ പറയില്ല. That's now we have got the ultrasound to measure the നമ്മളെ like endometrium thickness ഒക്കെ മെഷർ ചെയ്യാനുള്ള വഴിയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് DNC എല്ലാ പേഷ്യന്റിനും അബ്നോർമൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഡോക്ടർ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് നന്ദിയുണ്ട് ഹലോ ഡോക്ടർ ആതിഥ്യമായി എത്തിയത്. Thank you. ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്തത് സ്ത്രീകളിലെ അമിത രക്തസ്രാവം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സീതാലക്ഷ്മിയാണ്. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.